കാടുപിടിച്ച ക്ഷേത്രപരിസരം വൃത്തിയാക്കിയ ഭക്തർക്കെതിരെ പോലീസിൽ പരാതി നൽകി ദേവസ്വം ബോർഡ്. ഏലൂർ നാരായണത്ത് ക്ഷേത്രപരിസരം വൃത്തിയാക്കുന്നതിനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭക്തരെ കേസിൽ കുടുക്കാൻ ശ്രമിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ഭക്തജനവിരുദ്ധ നിലപാടിൽ പ്രതിഷേധം ശക്തമാണ്. ക്ഷേത്രപരിസരം കാടുകയറി ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായപ്പോഴാണ് ശുചീകരണ പ്രവർത്തനങ്ങളുമായി ഭക്തർ മുന്നിട്ടിറങ്ങിയത്. ക്ഷേത്രപരിസരം ശുചിയാക്കാൻ സബ് ഗ്രൂപ്പ് ഓഫീസറോട് പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും നടപടിയില്ലാത്തതിനെ തുടർന്നാണ് ഭക്തർ മുന്നോട്ട് വന്നത്. തൊഴുവാൻ വന്നവർ പാമ്പിനെ കണ്ടു എന്ന് പലരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് തിരക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് നിറയെ കാടാണ്. അങ്ങനെ ഞങ്ങൾ തൊഴുവാൻ വന്നവർ അത്യാവശ്യം ഒന്ന് ആ കാടൊക്കെ ഒന്ന് പറിച്ചു കളയാന്ന് വിചാരിച്ച് ഞങ്ങൾ കാടൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞു. അപ്പോൾ വന്നവർ കൂടി അവർ 10-20 പേരുണ്ടായിരുന്നു. അങ്ങനെ കാടൊക്കെ പറിച്ച് കളഞ്ഞ് ഞങ്ങൾ മുറ്റമൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേനും 11 മണിക്ക് നട അടയ്ക്കുമ്പോഴേക്കും ഞങ്ങൾ അകത്തുനിന്ന് പായസമൊക്കെ കൊണ്ടുത്തന്ന് ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ദേവസ്വം ഓഫീസർ സ്റ്റേഷനിൽ കൊണ്ട് ഒരു പരാതി കൊടുത്തേക്കാണ്. അതിക്രമിച്ച് അകത്ത് കയറി കാട് വെട്ടി എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ പോലീസുകാർ ചിരിച്ചു എന്നാണ് പറയുന്നത്. കാരണം അമ്പലമുറ്റത്ത് പുല്ല് പറിച്ചതിന് കേസുമായിട്ട് വരുന്ന ഒരു ദേവസ്വം ഓഫീസർ കണക്കിന് നാളെ നമ്മൾ തൊഴുവാൻ വരുമ്പോൾ തൊഴുവണമെന്നുണ്ടെങ്കിൽ ദേവസ്വം ഓഫീസറുടെ സാങ്ഷൻ വേണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാണോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തൂലേ. തൊട്ടടുത്തുള്ള ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ക്വാർട്ടേഴ്സും വിഷപ്പാമ്പുകളുടെ കേന്ദ്രമാണ്. ക്ഷേത്രങ്ങളും ക്ഷേത്രപരിസരങ്ങളും അനുബന്ധമായുള്ള കെട്ടിടങ്ങളും സംരക്ഷിക്കുന്നതിലുള്ള ദേവസ്വം ബോർഡിന്റെ വീഴ്ചയും സ്വയം മുന്നിട്ടിറങ്ങുന്ന ഭക്തജനങ്ങളോടുള്ള പ്രതികാര നടപടിയുമാണ് ഏലൂർ നാരായണത്ത് ക്ഷേത്രത്തിലെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ജനം, കൊച്ചി.